ഇന്ന് കുറച്ച് സങ്കടത്തോടെയാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. അതിന്റെ കാരണം ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിൻട്രസ്റ്റിൽ വെറുതെ സ്ക്രോൾ ചെയ്ത് പോയപ്പോ ഈ ഒരു സാധനം കണ്ണിൽ പെട്ടു. അപ്പൊ എനിക്കൊരാഗ്രഹം ഇതൊന്ന് ഉണ്ടാക്കിയാലോന്ന്. അങ്ങനെ ഞാൻ എൻ്റെ തട്ടകത്തിലേക്ക് വന്ന് ചെയ്തു തുടങ്ങി. ചെയ്തു തുടങ്ങിയപ്പോ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു പെട്ടെന്ന് ആവുന്നല്ലോ. പക്ഷെ വിചാരിച്ച പോലെ അത്ര ഈസി ഇല്ലെങ്കിലും നമുക്ക് കുറച്ച് സമയവും ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. എന്ത് കാര്യം ചെയ്യുമ്പോഴും കുറച്ച് സമയമെടുത്ത് ചെയ്താൽ അതിൻ്റെതായ ഒരു പെർഫെക്ഷൻ ഉണ്ടാവും. പിന്നെ ഈ ഒരു ക്ലേ ആർട്ടിൽ ഞാൻ ഒട്ടും എക്സ്പേർട്ട് അല്ല, ബിഗിനർ ആണ്. അതിൻ്റെതായ പരിമിതികൾ ഞാൻ ചെയ്യുന്ന വർക്കിൽ ഉണ്ടാകും. എങ്കിലും ഇങ്ങനെയൊക്കെയല്ലേ പഠിച്ചു വരുന്നത് എന്ന് വിചാരിച്ച് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്കും ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ ഒന്ന് ചെക്ക് ചെയ്ത് കണ്ടു നോക്കിക്കോളൂ. ക്ലേ ആർട്ടിന്റെ വേറെ തന്നെ ഒരു പ്ലേലിസ്റ്റ് കൂടി ഉണ്ട്. അത് മാത്രം വേണ്ടവർ അത് മാത്രം ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഈ ഒരു കൈവെക്കുന്ന പോർഷൻ എനിക്ക് കുറച്ച് ടാസ്ക് ആയിരുന്നു. ബാക്കിലേക്ക് ഒന്ന് മടക്കിയ പോലെ ഫീൽ ചെയ്യണം ഇത് വെക്കുമ്പോൾ. അങ്ങനെ ചെയ്യാൻ ഞാൻ കുറേ ട്രൈ ചെയ്തു. ലാസ്റ്റ് ഒരുവിധം ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഫോട്ടോയിലുള്ള പോലെ തന്നെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കാലും കൂടി വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അത്ര ടാസ്ക് ഒന്നുമില്ല, പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായവർ ഒന്ന് ഗസ് ചെയ്യൂ. നമുക്ക് നോക്കാലോ ശരിയാണോ എന്ന്. ഇപ്പൊ ചെയ്യുമ്പോൾ ബേസിക് ആയിട്ടുള്ളതേ ചെയ്യുന്നുള്ളൂ, ബാക്കിയൊക്കെ പെയിന്റിങ്ങിലാണ് ചെയ്യുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഞാൻ കുറച്ചധികം സമയം എടുത്ത് തന്നെയാണ് ചെയ്തത്. കുറച്ചും കൂടി പെർഫെക്ഷൻ ആയി ഇരിക്കട്ടെ വിചാരിച്ചു. ക്ലേ ആർട്ട് ചെയ്യുന്നവർക്ക് അറിയാമല്ലോ, ഇത് ചെയ്യുമ്പോൾ കുറച്ച് സമയമെടുത്ത് ചെയ്താൽ ഒരു പെർഫെക്ഷൻ ഉണ്ടാവും. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ ഫൈനൽ ഫോട്ടോ എടുക്കല് കുറച്ചൊന്ന് ഡ്രൈ ആയ ശേഷമാണ്. അപ്പോഴേ അതിന്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. അങ്ങനെ ചെയ്ത് വെച്ച് ഞാൻ പോയി വരുമ്പോഴേക്കും ഇതൊരു സൈഡ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അതൊന്ന് സെറ്റാക്കി ഞാൻ ഫോട്ടോ എടുക്കുമ്പോഴേക്കും വീണ്ടും ഒരു സൈഡ് പൊട്ടി വന്നു. ഞാൻ ഇതുവരെ ഈ ക്ലേ വെച്ച് ഉണ്ടാക്കിയപ്പോഴൊന്നും എനിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇതെന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഫൈനൽ ലുക്ക് എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിനെ ശരിയാക്കി ലാസ്റ്റ് ഇതുപോലെ ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ടേബിളും ഇതുപോലെ വൃത്തികേടായിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. എന്നാൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. പിന്നെ ഈ സാധനം എന്താണെന്ന് കൂടി പറയാൻ മറക്കല്ലേ.